നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തോ എന്തായാലും കുറേ നേരം നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു പുഴ മെലിഞ്ഞു കട ഒഴിഞ്ഞ അവസാനം ഇടയ്ക്ക് കറണ്ടും പോയെന്ന് തോന്നുന്നു. എന്താണേലും ഞാനും നിങ്ങളെ പോലെ കുറേ സമയമായിട്ട് കാത്തിരിക്കുമായിരുന്നു. പക്ഷേ ആ കാത്തിരിപ്പിന് വിരാമം വന്നിരിക്കുകയായിരുന്നു. ഞാനിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം അല്ലേ? സത്യത്തിൽ നിങ്ങളുടെ ഈ ഒരു ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു അലമ്പ് കുളുകുളുകുളാന്നുള്ള വിളിച്ച് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. യെസ്. അപ്പോൾ ഞാൻ ഇവരോട് പറയണത്, ഇവർ ചെയ്യണ്ട, സെറ്റ് ചെയ്യണ്ട, ഞാൻ കയറി പാടട്ടെ, എനിക്ക് പാടാൻ വേണ്ടി ഇങ്ങനെ മുട്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് അടിപൊളിയിലല്ല, ഇങ്ങനെ പയ്യെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പയ്യെ ആക്കൂല ഞാൻ, കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവും. എന്തായാലും വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. പാട്ടിലോട്ട് പോട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ, എനിക്ക് ഇന്നിയർ കിട്ടിയില്ല. ഓക്കെ, ഇനി ഉള്ളത് വെച്ച് ഓണം പോലെ തുടങ്ങൂ. ഞാനൊരു മാഷപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കൂടെ സപ്പോർട്ട് നിങ്ങളും ചെയ്തു തരണം. ഒരു റൊമാൻറ്റിക് സോങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കുറച്ചൊരു എക്സ്പ്രഷൻ ഇവിടെ നിട്ടോണം. പാട്ട് കൊള്ളാമെങ്കിൽ അല്ലെങ്കിൽ ക്ലാപ്പ്, അങ്ങനെയൊക്കെ നിങ്ങൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം കിട്ടും, ഒരു എനർജി കിട്ടും. അപ്പം അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ നമുക്കങ്ങ് പോവാം. ഇതൊന്നും എടുക്കണ്ട. ഇതൊക്കെ കാണുമ്പം ആൾക്കാർ എനിക്ക് കൊച്ചിരുന്ന ഭ്രാന്താണ്, മര്യാദയ്ക്ക് അങ്ങ് പരിപാടി ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. ഇടൂ. എന്താണ് ഫ്ലാഷാ? സൗണ്ട് ഈ മൈക്ക് ഇച്ചിരി അപ്പ് ചെയ്തോണേ. പാട്ട് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല ഏത് മ്യൂസിക് കേൾക്കുമ്പോൾ, പക്ഷെ പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. Oh,
സംഗമോത്സവം ദിൽറുബാ ഇനി സംഗമോത്സവം. സൗണ്ട് ഓക്കെ ആണോ വെളിയിൽ? ക്ലാപ്പ് ചെയ്യും ഓക്കെ ആണെങ്കിൽ. మగసని దని సగమా మగసని సగమ प्यार की എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ എല്ലാവരെയും. താങ്ക് യു സോ മച്ച്. सांसों में तेरे सरगमे अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन. सांसों में तेरी सरगमे रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन. तेरी धड़कनों की सरगोशी तेरी धड़कनों में बजती है. मेरी जिगार ना हो में ख्वाहिश तेरी
मेरी है सजती है, मेरे ख्याल में हर पल तेरी ख्याल शामिल है। लम्हे जुदाइयों वाली मुश्किल बड़ी मुश्किल है। ओ पिया निसा 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 धनी 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 पद 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 गम पद नी पानी निसा पानी निसा पानी निसा पानी गम पद निसा पद निसा पद निसा गम पद निसा पद पम गम गरि धनि धनि गम गम पद पद नि निसा 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 गम पद निसा पम गम पद निसा पम मेरे डोले नास, मेरे प्यार की धुन, मेरे डोले താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു വയലിനോട് ചെയ്യണമെന്നുണ്ട് ഇതേ കണ്ടിന്യൂസ് ആയിട്ട്. ചെയ്തോട്ടെ? രണ്ടുപേരും ആണിന്റെയും പെണ്ണിന്റെ സൗണ്ട് അറിയാൻ വേണ്ടിട്ടല്ലേ? പെണ്ണിടയ്ക്കേ വരുള്ളൂ. ആണ് കറക്റ്റ് ആയിട്ട് വരും. चुटकी जो तूने काटी है, जोर से काटी है, यहाँ वहाँ रूठी हो, तुझसे रूठी हो, मुझे मना लेना ओ जाने जा। छेड़ेंगे हम तुझको, लड़की तू है बड़ी बम्बार। आहा 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 उलाला 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 उलाला, तू है मेरी फैंटेसी। ഞാൻ ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് ഒരിടത്തും പോയിട്ട് റെക്കോർഡ് ഇടേണ്ടി വന്നിട്ടില്ല. പക്ഷെ കുറച്ചൊന്നും എടുത്ത് വെക്കേണ്ടി വരാറുണ്ട്. കാരണം ആത്മാർത്ഥത കാരണം ചിലപ്പോൾ തൊണ്ട അങ്ങ് അടഞ്ഞു പോവും. പക്ഷെ ഇപ്പൊ ഒറിജിനലാണ് കേട്ടോ. ഹലോ ഒരേ എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറയും നിങ്ങളുടെ മെയിൽ കൊള്ളാം ഫീമെയിൽ കൊള്ളില്ല എന്ന്. ചിലപ്പോൾ ശരിയാണ്, ഫീമെയിൽ അങ്ങോട്ട് പുറത്ത് വരണില്ല. പക്ഷെ കുഴപ്പമില്ല. ഓക്കെ അല്ലേ എല്ലാവരും? നിങ്ങളെക്കാളും ഒരു പടി വിവരം കുറവുള്ള പോലെ തോന്നിയില്ലേ? ഒരു കിളി പോയ പോലെ. കുഴപ്പമില്ല. ചേട്ടാ ഇച്ചി കൂടെ ഒരു ബില്ലിയോ റിവേർബ് എന്തെങ്കിലും ഒരു സാധനം കൂടെ ഇട്ട് സുഖത്തിനിട്ട് തരുമോ?
ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഉത്തരം ഇങ്ങോട്ട് പറയണം. പിന്നെ അറക്കം അങ്ങനെയൊന്നും കറക്റ്റ് ആയിട്ടില്ല. ആ എല്ലാവരും ഒരേ സ്വരത്തിൽ വേണം എന്താക്കാം റിപ്ലൈ തരാൻ. അല്ലാതെ ഉത്തരം അറിയാത്ത പിള്ളേർ സ്കൂളിൽ കിടന്നിട്ട് അങ്ങനെ ആവരുത്. ഓക്കെ, റെഡി? സംഭവം നമ്മള് ചിരിച്ചോണ്ട് സന്തോഷത്തോടൊക്കെയാണ് പാടിയതെങ്കിലും സംഭവം നിങ്ങൾ പാടില്ല പാടില്ല എന്ന് നെഗാണ് അടുപ്പിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പാടാനുള്ളത് ഇതാണ്. സംഭവം നിങ്ങൾ സമ്മതിച്ചല്ലോ കരിങ്കല്ലാണെന്ന്. ആ ഓക്കെ, ഇനി നമ്മുടെ 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 എന്താ പറയുക, അച്ഛൻ, അമ്മ, മക്കള്, ഫാമിലി ഓറിയന്റഡ് ഒരു പാട്ട് വായിക്കാം. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കൂടെ പാടണം കേട്ടോ. ഇത് പറഞ്ഞു കേട്ടാ തോന്നി ഇത്ര നേരം ഇവര് പാടാതെ മിണ്ടാതിരുന്നു. സോറി, ആവർത്തന വിരസത.